ഗൗരി കരയില്ലേ മോളെ, പറയുന്ന കേക്ക്. മോളെ എനിക്ക് അച്ഛനെ കാണാൻ മതി. മോളെ അമ്മയുണ്ടല്ലോ, മോള് കരയാതിരിക്ക. അമ്മ വേണ്ട, എനിക്ക് അച്ഛനെ കാണണം. ഇപ്പൊ കാണണം. അമ്മ ഇങ്ങി വന്നേ. ഗൗരി മോളെ, മോളുടെ അച്ഛൻ ഇപ്പം വരും. അച്ഛനെ കാണാൻ മതി. நீங்க போன் எடுத்து கூப்பிடுங்க. குழந்தை எப்படியே அழுதுட்டு இருந்தா ஏதாவது பிரச்சனை ஆயிடும். വിളിച്ചു, കിട്ടുന്നില്ല. മോൾ അമ്മ പറയുന്നത് കേൾക്ക്. വേണ്ട, അച്ഛൻ വന്നാ മതി. അമ്മ നമ്മൾ എന്താ ചെയ്യാ? എനിക്ക് അവൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനമില്ല മോളെ. ആ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറി വരാൻ തുടങ്ങുമായിരുന്നു. ഇപ്പം വീണ്ടും അങ്ങോട്ട് തന്നെയാണോ പോണേന്ന്? അമ്മ ഞാൻ പറഞ്ഞത് തരുൺ എന്ത് പരിപാടിയെ കാണിച്ചത്? കുഞ്ഞ് നീ പോയപ്പോ തുടങ്ങിയ കരച്ചിലാ, ഇതുവരെ നിർത്തിയിട്ടില്ല. മോളെ കരയാതിരിക്കോട്ടോ. മോളെ പറയുന്ന കേക്ക്. വേണ്ട, അച്ഛൻ വന്നാ മതി. അച്ഛൻ വരും. ഇങ്ങനെ നിർബന്ധം കാണിച്ചാൽ എങ്ങനെയാ? വരും കേട്ടോ, കരയാതിരിക്ക. ഗൗരി മോളെ എന്തുപറ്റി? എന്തിനാ കരയുന്നേ? എന്തുപറ്റി? അച്ഛൻ വന്നില്ലേ? പറ, എന്തുപറ്റി? അച്ഛൻ വരാതായപ്പോ ഗൗരിമോള് പേടിച്ചു പോയി. അശ്വടാ, പേടിച്ചു പോയോ? അച്ഛൻ അങ്ങനെ വരാതിരിക്കോ? കരയണ്ട കേട്ടോ എന്റെ പൊന്നുമോള്. കരയണ്ട കേട്ടോ. വാ, നമുക്ക് പുറത്ത് പോയിട്ട് മിഠായി മേടിക്കാം. വാ. എന്ത് മിഠായി വേണ്ടേ? എന്തു പറ്റി മോളെ? പറ, എന്തു പറ്റി? പേടിച്ചു പോയോ? എനിക്കറിയണ്ട കേട്ടോ. ഇന്നവൾ എന്റെ കൂടെ കിടന്നാ മതി. മോളെ, ഒരു ദിവസമല്ലേ, ഇന്ന് അവൾ അവൻ്റെ കൂടെ കിടക്കട്ടെ. എനിക്ക് പേടിയാവുന്നമ്മ. എന്തിന്? ആശുപത്രിയിൽ വെച്ച് അമ്മ കണ്ടതല്ലേ. അവൾക്കിപ്പോ തരുൺ മതി എല്ലാത്തിനും. നാളെ ഒരിക്കലും തരുണല്ല. അതറിയിക്കേണ്ട സമയത്ത് വേണ്ടത്ര തയ്യാറെടുപ്പോടെ അറിയിച്ചാ പോരെ? ഇപ്പോഴേ ടെൻഷൻ ആവണോ? മോള് ചെന്ന് ഫ്രഷ് ആവാൻ നോക്ക്. എന്തായാലും തരുൺ വന്നപ്പോ ഗൗരിമോളുടെ പേടി മാറിയില്ലേ? തൽക്കാലം അത്ര വിചാരിച്ചാ മതി. ചെല്ല്. മോളെ, ഒരു സന്തോഷ വർത്താനം പറയാനാ വിളിച്ചത്. വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങി. വിക്രമിനെ ആക്രമിക്കാനുള്ള ശ്രമത്തിനിടയിൽ അറിയാതെ സംഭവിച്ചു പോയതാണതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു.
അതിനുവേണ്ട തെളിവുകളും കോടതി പരിഗണിച്ചു. കുറച്ചു കാലം കാത്തുകിടക്കേണ്ടി വന്നാലും അവസാനം സത്യം വിജയിക്കുമെന്ന് ഉറപ്പായില്ലേ? ഇനി ഈ ഒളിച്ചു താമസത്തിന്റെ ആവശ്യമില്ല മോളെ. നീ ഇങ്ങോട്ട് പോര്. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ വേദയല്ല. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ വേദ പറഞ്ഞ് എനിക്ക് ശങ്കരനാരായണൻ സാറിനെ അറിയാം. വേദ ഇപ്പം പഴയ വേദയല്ല. അവൾ എൻ്റെ മകൻ്റെ ഭാര്യയാണ്. കഴിഞ്ഞതെല്ലാം അവൾ ഞങ്ങൾ മറക്കാൻ ശ്രമിക്കുകയാണ്. പഴയ ഓർമ്മകളിലേക്ക് ഇനിയും അവളെ വലിച്ചിഴക്കരുത്. പക്ഷേ വേദ വിക്രമന്റെ കുഞ്ഞിനെ... അത് ആ കുഞ്ഞ് മരിച്ചുപോയി. എന്ത്? അതെ, ഇപ്പൊ അവളുടെ ഒപ്പം ഉള്ളത് എൻ്റെ മകൻ്റെ കുഞ്ഞാണ്. സ്വന്തം അമ്മയെ പോലെയാണ് അവൾ വേദയെ കാണുന്നത്. ഞങ്ങൾക്കും ഇപ്പോൾ അതങ്ങനെയാണ്. വേദയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള കാരണവും അതാണ്. കുഞ്ഞ് നഷ്ടപ്പെട്ട് ആകെ തകർന്നു പോയ വേദയെ തിരിച്ചു കൊണ്ടുവന്നത് എൻ്റെ മകൻ്റെ കുഞ്ഞിൻ്റെ സാമീപ്യമാണ്. പഴയതൊന്നും ഓർക്കാൻ ഞങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളും ആ പഴയ കാലത്തേക്ക് അവളെ ഇനി തിരിച്ചു വിളിക്കരുത്. അവളിപ്പോൾ പഴയ വേദയല്ല. ഇന്നത്തെ പൊസിഷനിലേക്ക് അവൾ വെറുതെ എത്തിയതുമല്ല. അതിൻ്റെ പിന്നിൽ എൻ്റെ മകൻ്റെ കൂടി അധ്വാനമുണ്ട്. അവനും വേദയും കുഞ്ഞും അടങ്ങുന്ന അവൻ്റെ കുടുംബത്തിലേക്ക് ഇനി അവകാശം പറഞ്ഞ ഒരാളും എത്തരുത്. പ്ലീസ്, ഇതൊരു അപേക്ഷയാണ്. ഇനി വിളിക്കാതിരിക്കാനും കൂടി ശ്രമിക്കുമല്ലോ. ഗുഡ് നൈറ്റ്. വണ്ടിയുടെ RC ഇൻഷുറൻസ് ഒക്കെ എടുക്ക്. സാറേ, എന്താടോ? അതാരാണെന്ന് നോക്കിയേ. ആഹാ, കൊള്ളാലോ. വാ. എന്താടാ, എന്ത് കുരുത്തൊക്കെ ഒപ്പിക്കാനാ നിന്റെ പ്ലാൻ? നിന്നെ ഒന്ന് നേരിൽ കാണാനിരിക്കുകയായിരുന്നു ഞാൻ. സ്റ്റേഷനിൽ വന്ന് പെടുന്ന എന്തെങ്കിലും നീ ഒപ്പിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ അതുവരെ കാത്തിരിക്കണമല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണിതാ നീ തന്നെ മുന്നിൽ വന്ന് പെട്ടത്. പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണോ? പേപ്പേഴ്സ് എല്ലാം ഓക്കെയാണ് സാർ. ഇൻഷുറൻസ് ഓക്കെ. എന്നാലും ഒന്ന് വിസ്തരിച്ച് പരിശോധിക്കാതെ വിടണ്ട. ശരി സാർ. പണ്ട് മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 7-8 കൊല്ലം അകത്ത് കിടന്നവനാ. ഇപ്പോഴും അതിന്റെ പണിയുണ്ടോന്ന് അറിയില്ലല്ലോ. അതിന്മേലിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങടാ. ഓപ്പറേഷൻ തൂഫാനാ ആഭ്യന്തരമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശം. നിന്നെ പോലുള്ളവരാണല്ലോ ഇവിടെ ഈ മാഫിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. സാബു സാറേ, എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലെന്നും പരിശോധിച്ചാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നും സാറിന് നന്നായിട്ട് അറിയാം. എന്നെ അപമാനിക്കാൻ വേണ്ടി പിടിച്ചു വയ്ക്കരുത്. അപമാനോ? നിനക്കെവിടുന്നാണ് അതിന് മാനം? ജീവിതത്തിൽ 10-13 വർഷം അകത്ത് കിടന്നോണല്ലേ നീ. മാനത്തിന്റെ കാര്യം നീ വിട്. ആ ബൈക്ക് മുഴുവൻ പരിശോധിക്കണോ? ശരി സാർ. ഇവനെയും. പണ്ട് തന്തയുടെ ബാഗിൽ മയക്കുമരുന്ന് വെച്ച് പിടിയിലായവനാ. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. നോക്കാതെ വിടാൻ പറ്റില്ലല്ലോ. പോലീസുകാരുടെ കടമയായി പോയില്ലേ? സാറേ, കയ്യിലുള്ളത് എന്തെങ്കിലും എൻ്റെ പേരിൽ ചുമത്തിയിട്ട് എന്നെ അകത്തിടാനാണ് ഭാവമെങ്കിൽ സാറിന് എന്നെ അറിയാലോ. ഭീഷണി നിർത്തടാ. നിന്റെ കയ്യിലെങ്ങാനും ഒരു തരി സാധനം ഉണ്ടായിരുന്നെങ്കിലേ ഇപ്പൊ ഞാൻ നിന്നെ അകത്താക്കിയേനെ. നീ ഒന്ന് പത്തി പൊക്കി കിട്ടാനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. പഴയ കടങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് വീട്ടാൻ. അവന്റെ ഷർട്ടൂരി പരിശോധിക്കണോ? അഴിക്കടാ. വലിച്ചു കയറി ഷർട്ട് പരിശോധിക്കണമെങ്കിൽ മര്യാദ കഴിച്ചോ.
അടിവസ്ത്രത്തിനുള്ളിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോടാ? സാറേ പ്ലീസ്. ഓഹോ, അപ്പോ നിനക്ക് അത്രയ്ക്ക് മര്യാദയൊക്കെ ഉണ്ടോ? ശരി, വിടറോ. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. അത്ര എളുപ്പത്തിൽ നിന്നെ വിടുമെന്ന് കരുതണ്ട കേട്ടോടാ. താഴെ കിടക്കുന്നൊക്കെ പെറുകിയെടുത്ത് വണ്ടിയെടുത്ത് പോകാൻ നോക്ക്. ഇപ്പൊ എന്ത് തോന്നുന്നു? നിന്റെ തീരുമാനങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നില്ലേ? കുഞ്ഞിന്റെ സുരക്ഷിതത്വം നോക്കി മാത്രമാണ് നീ തുടങ്ങി വെച്ചത്. ഇപ്പൊ നിന്റെ ജീവിതം തന്നെ മാറിപ്പോയില്ലേ? അതെ, എന്റെ ജീവിതം തന്നെ മാറിപ്പോയി. അഴിക്കാൻ ശ്രമിക്കും തോറും കൂടുതൽ കൂടുതൽ അത് മുറുകിക്കൊണ്ടിരിക്കുക. എന്താടി? ഇനി എത്ര കാലം ഞാൻ ഇങ്ങനെ പോകും ശ്രേയ? എന്റെ മോളെയും തരുണിനെയും ഞാൻ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോ വല്ലാത്തൊരു കുറ്റബോധം. നീ മാത്രമല്ലല്ലോ ഇത് തീരുമാനിച്ചത്. തരുണിന്റെ അമ്മയ്ക്കും ഇതിൽ പങ്കില്ലേ? എന്നെങ്കിലും ഒരിക്കല് ഇത് തുറന്നു പറയേണ്ടി വരുമെന്ന് ഉറപ്പിച്ചിട്ട് തന്നെയല്ലേ അന്ന് ഈ തീരുമാനം എടുത്തത്? അതെ, പക്ഷെ അത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ശ്രേയ. ഓരോ ദിവസം കഴിയും തോറും അവളും തരുണും തമ്മിലുള്ള ബോണ്ടിങ് കൂടിക്കൂടി വരികയാണ്. അവള് തരുണിന്റെ മകളല്ല എന്നറിയുന്ന നിമിഷം അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും, അതെങ്ങനെ സർവൈവ് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയുമില്ല. നീയായിട്ടത് തരുണിനോട് പറയാൻ നിക്കണ്ട. പിന്നെ തരുണിന്റെ അമ്മ പറയട്ടെ. അന്ന് ഭാര്യയോടൊപ്പം കുഞ്ഞും കൂടി പോയി എന്ന വാർത്ത അറിഞ്ഞപ്പോ തരുൺ തകർന്നു പോവെന്ന് തോന്നിയപ്പോ തൽക്കാലത്തേക്ക് ചെയ്തൊരു കാര്യമാണിതെന്നും പിന്നെ നിന്റെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട് അതങ്ങനെ പുറത്തു പറയാതെ നീണ്ടുപോയതാണെന്നും അവര് തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. തരുൺ പക്ഷെ അത് അംഗീകരിക്കൂ? അല്ലാതെ വേറെ എന്താ ഇപ്പൊ ഒരു മാർഗം? മോളോട് നീ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവൾക്കൊരു അച്ഛനുണ്ടെന്നും ആള് മറ്റൊരു സ്ഥലത്താണെന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടോ? വിക്രമിന്റെ മുഖം ഓർക്കാത്ത ഏത് ദിവസം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? മോളോട് ആ സത്യം വെളിപ്പെടുത്തുന്നതിന് മുൻപ് എനിക്ക് വിക്രമിനോട് ഇത് പറയണം ശ്രേയ. വിക്രം ഒരു അച്ഛനാണെന്നും ആ കുഞ്ഞ് സുരക്ഷിതമായി വളരുന്നുണ്ടെന്നും ആദ്യം വിക്രം അറിയണം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയി വിക്രമിനെ നേരിട്ട് കണ്ടാലോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് നിന്റെ മനസ്സ് പറയുന്നതെങ്കിൽ നീ ഉറപ്പായിട്ടും പോണം. എവിടേക്ക് പോണ കാര്യം മോളെ പറയുന്ന? താങ്ക് യു ആൻറ്റി. അല്ല, വേദൊരു ഒഫീഷ്യൽ കാര്യത്തിൽ പോകുന്ന കാര്യം പറയായിരുന്നു. ആണോ? എവിടേക്കാ മോളെ? തിരുവനന്തപുരത്തേക്ക്. ഒഫീഷ്യൽ അല്ലമ്മേ, തികച്ചും പേഴ്സണലാ. അമ്മയോട് എന്തിനാ നുണ പറയുന്നത്? ജയിലിലേക്കാണോ? നീ പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്നാണത് സംഭവിക്കുക എന്ന് മാത്രമേ ഞാൻ ആലോചിച്ചിരുന്നുള്ളൂ. തരുണിനോട് പറയുന്നുണ്ടോ? എന്താ വേണ്ടത്? പറയണ്ട. ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചതല്ലേ. പോയിട്ട് വാ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ചില സത്യങ്ങൾ സ്വയം വെളിപ്പെടുന്നവരെ കാത്തിരിക്കുകയാണ് മോളെ നല്ലത്. നമ്മളായിട്ട് തിരക്ക് പിടിച്ച് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കണ്ട. നീ ഇപ്പം നിന്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാം. എനിക്ക് നിന്നെയും തരുണിനെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒട്ടും പിടിയിട്ടാത്തത് തരുണിന്റെ അമ്മയെ. ഞാൻ എന്താണോ അത് തന്നെയാണ് അമ്മയും. എന്റെ കുഞ്ഞിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു അഭയത്തിന് ശ്രമിച്ചതുപോലെ അവരുടെ മകന്റെ മനസ്സിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവരും ശ്രമിച്ചു. രണ്ടമ്മമാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളിച്ചൊരു നാടകം. സ്നേഹമായിരുന്നോ സ്വാർത്ഥതയായിരുന്നോ കൂടുതലെന്ന് കാലം തെളിയിക്കും.
സാറേ. എന്തൊക്കെയാടോ വണ്ടിയിൽ കടത്തുന്നത്? ചോദിച്ചു കേട്ടില്ലേ എന്തൊക്കെയാണെന്ന്? പൊടികളാണ് സാറേ. ഇപ്പൊ പലതരം പൊടികളാണല്ലോ പലരും കടത്തുന്നത്. അതെന്താണെന്നാ ചോദിച്ചത്. ചോദിച്ചു നിൽക്കാതെ വലിച്ചു വാരിട്ട് പരിശോധിക്കും സാറേ. എന്താ? ഇന്നലെ നീ സൂത്രത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ വെറുതെ വിട്ടുകൂടല്ലോ. അതുകൊണ്ട് കുറച്ചുകൂടി വിശദമായി പരിശോധിക്കാമെന്ന് വിചാരിച്ചു. സാറേ, കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി കറി പൗഡറുകളും മസാലപ്പൊടിയൊക്കെ വിറ്റ് ജീവിക്കുന്നവരാ ഞങ്ങളിന്ന് വേറെ കടത്താനാണ് സാറേ. നീ കച്ചവടം ചെയ്യുന്ന എന്താണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പൊ ജയിലിൽ നിന്ന് വേറൊരുത്തം കൂടി ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. അവന്റെ പഴയ ബിസിനസ് നിന്റെ മറയിലാണോ എന്നൊരു സംശയം. അപ്പോ നിന്നെ പരിശോധിക്കാതെ പറ്റുമോ? സാറേ, വെറുതെ മുൻപേരേക്കും വെച്ച് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കരുത്. ഇവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഉള്ളത്. അത് പോലീസാണല്ലോ തീരുമാനിക്കേണ്ടത്. സാറേ, വെറുതെ കുഴപ്പമുണ്ടാക്കല്ലേ. ഇത് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലമാ. ഇവിടെ പോലീസും മറ്റും വന്ന് പരിശോധിക്കുന്നറിഞ്ഞാൽ ഹൗസ് ഓണർ സമ്മതിക്കില്ല. അങ്ങനെ എല്ലാവരുടെയും സമ്മതം വാങ്ങിയിട്ട് പോലീസിന് നാർക്കോട്ടിക്സ് ബിസിനസ് തടയാൻ പറ്റുമോ? നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത്? എന്താ മാഷേ പറഞ്ഞത് മനസ്സിലായില്ലേ? പുറത്തിറങ്ങിയ നിങ്ങളുടെ മകൻ ഈ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതാണ് ഞങ്ങൾ വന്നത്. ഇവിടെ മാത്രമല്ല, നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടല്ലോ, ഇതെല്ലാം പൊടിച്ചെടുക്കുന്ന ഒരു മില്ല്, അവിടെയും കയറി ഞങ്ങൾ പരിശോധിക്കും. എന്തെങ്കിലും കിട്ടിയാൽ കച്ചവടം ഞങ്ങൾ പൂട്ടിക്കുകയും ചെയ്യും. കാണോ? അപ്പൊ സാർ ഇന്നലെ പറഞ്ഞത് നടപ്പിലാക്കാൻ ഒരുങ്ങിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നീ പെട്ടെന്ന് സത്യസന്ധനും നല്ലവനുമായൊന്ന് പോലീസിന് ഉറപ്പിക്കണ്ടേ വിക്രം? സാറേ, കഴിഞ്ഞ 5 വർഷം എൻ്റെ മകനെ തടവിലിട്ടത് ചെയ്യാത്ത കുറ്റത്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കാനാണ് കോടതി പോലീസിനോട് ഉത്തരവിട്ടിട്ടുള്ളത്. അല്ലാതെ സംശയിക്കുന്ന ആളുകളുടെ കൂടെ ചേർന്ന് നിരപരാധികളെ വീണ്ടും ശിക്ഷിക്കാനല്ല. പോലീസ് അവരുടെ പണി നടത്തട്ടെ മൂപ്പിനെ. അല്ലാതെ തടസ്സപ്പെടുത്താൻ നോക്കിയതുകൊണ്ടൊന്നും അവര് പിന്മാറാൻ പോകുന്നില്ല. അച്ഛൻ മിണ്ടാതിരിക്കുക. ശരി, നിങ്ങൾക്ക് പരിശോധിക്കാം. പക്ഷേ അതിനു മുമ്പ് പരിശോധിക്കുന്ന പോലീസുകാരുടെ കൈവശം ഒന്നുമില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണം. എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ലേ? അതിനു മുമ്പ് എനിക്കും എൻ്റെ ചേട്ടനും നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്നൊരു ഉറപ്പ് കിട്ടണം. അതിനുശേഷമേ നിങ്ങൾക്ക് ഈ വണ്ടി പരിശോധിക്കാൻ കിട്ടൂ. എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ സാബു, 5 കൊല്ലം കാത്തു സൂക്ഷിച്ചു വെച്ച പകയും വൈരാഗ്യവും ഒക്കെ കെട്ടടങ്ങി ഒരു പഴം പോലെ നിൽക്കുകയാണ് ഞാനെന്ന് താൻ വിചാരിക്കരുത്. ഇതിനുള്ളിൽ ഒന്നുമില്ലെന്ന് പറയുന്ന ആ നിമിഷം താൻ എന്നെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. പോലീസിനെ ആക്രമിച്ചതിനല്ല, നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്ന ഈ പരനാറിയെ ഈ മുറ്റത്തിട്ട് അവസാനിപ്പിച്ചതിന്. എന്താ, റെഡിയാണോ? റെഡിയാണെങ്കിൽ വാടോ. ഏത് പോലീസുകാരനാണെങ്കിലും പറഞ്ഞുവിട്, ബാക്കി ഞാൻ നോക്കിക്കോളാം. ശ്രീകാന്ത്, നീ ഇതുവരെ ചെയ്തതൊന്നും മറന്നുകൊണ്ടല്ല ഞാനൊന്നും ചെയ്യാതെ നിൽക്കുന്നത്. നീ ഒറ്റൊരാൾ കൊണ്ട് മാത്രം ഈ ലോകത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്ന എന്റെ വേദയെ കണ്ടെത്തേണ്ട താമസമേ ഉള്ളൂ. ആ നിമിഷം മുതൽ എനിക്കൊരു ഒറ്റ ലക്ഷ്യമേ ഉണ്ടാവൂ, അതറിയാലോ. അതുവരെ അല്പം കൂടി ആയുസ് നീട്ടിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഈ കൂലിപ്പട്ടാളത്തെയും വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക്. 5 കൊല്ലം വെറുതെ ഇരുന്ന് തിന്നിട്ടല്ല വിക്രം പുറത്തോട്ടിറങ്ങിയിട്ടുള്ളത്. മനസ്സും ശരീരവും നല്ലതുപോലെ ഉറപ്പിച്ചെടുത്തിട്ടാ. കുറെ കാലം അനങ്ങാതെ കിടന്നത് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? സാബു സാറ്, ഈ സീൻ കൂടുതൽ വഷളാക്കാതെ പോവാൻ നോക്ക്. ചെല്ല.
കൊട്ടേഷൻ തന്ന ആള് സ്ഥലം വിട്ടു. ഇനി നിൽക്കണോ? നീ എണ്ണിക്കോ. ഇനി അധികം ദിവസമില്ല. ഏറെ വൈകാതെ തന്നെ നിന്നെ വന്നിടത്തേക്ക് ഞാൻ തിരിച്ചയച്ചോളാം. സന്തോഷം. പക്ഷേ അതിനു മുമ്പ് നീ നിന്റെ പെണ്ണും പിള്ളയോട് കുറച്ചു കാലത്തേക്ക് വെള്ള ഉടുത്ത് നടക്കേണ്ടി വരുമെന്ന് പറഞ്ഞേക്ക്. അല്ല, അങ്ങനൊരു ആചാരത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. പാടോ. എന്താടാ ഇതൊക്കെ? വിശ്വട്ടൻ പേടിച്ചോ? ഏട്ടൻ ഇനി അധികം ദിവസം ഇങ്ങനെ പേടിക്കേണ്ടി വരില്ല. അവരിതൊന്നും കൊണ്ട് അവസാനിപ്പിക്കില്ല. അറിയാം. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. അപ്പുമോളില്ലാതിരുന്നത് നന്നായല്ലേ? ഏട്ടത്തി മില്ലിലേക്ക് പോകാൻ നോക്കിക്കോളൂ. ഇന്നിനി ഒന്നും ഉണ്ടാവില്ല.